ഹായ് ഫ്രണ്ട്സ്, ഞാനിങ്ങനെ ആലോചിക്കേനി നമ്മളെ കൊണ്ട് പണ്ട് സ്കൂളിൽ ബുക്കൊക്കെ വായിപ്പിക്കൂലേനിയോ? അങ്ങനെ ബുക്ക് വായിപ്പിക്കുന്ന സമയത്ത് മലയാളം ക്ലാസ്സിലൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ വായിപ്പിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു നീട്ടല. ഫുൾ സ്റ്റോപ്പ് വരുന്നിടത്താണെങ്കിലും എനിക്ക് അത് കുറച്ചൊരു നീട്ടൽ അങ്ങോട്ട് വന്നു. മനഃപൂർവ്വമൊന്നുമല്ല. എൻ്റെ 4ാം ക്ലാസ് പഠിപ്പിച്ച രമൺ ടീച്ചർ ഈ മലയാളം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ടീച്ചർ ചോദിക്കേനി, അല്ല അതിനൊക്കെന്താ വല്ലാത്ത നീട്ടലേത്? ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നല്ല, പക്ഷെ അതങ്ങ് വന്നു പോകും. അപ്പോൾ എനിക്കത് ഉപകാരപ്പെട്ടത് എപ്പോഴാന്ന് വെച്ചാൽ, നമുക്ക് അസംബ്ലിയിലൊക്കെ നമ്മളെ കൊണ്ട് പത്രം വായിപ്പിക്കൂലേ, അതായത് വാർത്ത വായിപ്പിക്കൂലേ, ആ സമയത്ത് ഞാനിങ്ങനെ വായിക്കില്ലേനി. അപ്പോൾ എന്നോട് ചിലരൊക്കെ പറഞ്ഞു, എന്താ ഈ വായിക്കുന്നതൊക്കെ ശരിക്കും വാർത്ത വായിക്കുന്ന പോലെ ഉണ്ട്. അന്ന് നമ്മളെ പൊക്കിയതാണോ ഒന്നും അറിയില്ല, എന്നാലും അങ്ങനെയൊക്കെ പറയേനി. +2 പഠിക്കുന്ന സമയത്താണെങ്കിലും പ്രിൻസിപ്പളും പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് വാർത്ത വായിക്കാനൊക്കെ നല്ല കഴിവുണ്ടത്. ഒന്ന് കേട്ടു നോക്കിക്കേ. നമസ്കാരം. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ സ്ത്രീ സംരക്ഷണത്തിന് സിംഗപ്പെൺപട. മുഖ്യമന്ത്രി വിജയ് ലോഗോ പ്രകാശനം ചെയ്തു. തമിഴ്നാട്ടിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനായി സിംഗപ്പെൺപട സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് നിലവിൽ വന്നു. ലോഗോ പ്രകാശനം മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നിർവഹിച്ചു. സേനയ്ക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങൾ ഓടിച്ചു നോക്കിയ ശേഷം ഉദ്യോഗസ്ഥർക്ക് കൈമാറി. സേനയിലേക്ക് ഉടനെ തന്നെ 2500 വനിതാ പോലീസുകാരെ നിയമിക്കുമെന്നും കുറ്റകൃത്യം തടയുക എന്നതായിരിക്കും ഇവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി.